ബിസിനസ് ആക്ച്വലി ആരും അവനവന് കഞ്ഞി കുടിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു സാധനമല്ല. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാ സ്റ്റേജ് ഓഫ് ബിസിനസ്സിലും നമുക്ക് അടുത്ത വിഷൻ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ അടുത്ത ആവശ്യത്തിന് പൈസ ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ അടുത്ത വിഷൻ? ഇപ്പൊ 100 ഔട്ട്ലെറ്റ് ഉണ്ട്, അത്യാവശ്യം പൈസ ഉണ്ട്, ഇനി എന്തിനാ ഇപ്പൊ 200? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യം മനുഷ്യന് ഒരു റുക്കിയ ഫൗണ്ടേഷൻ വേണം. 1000 വീടുകൾ ഉണ്ടാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ആദ്യം വേണം. 1000 വീട് ഉണ്ടാക്കണമെങ്കിൽ 100 ഔട്ട്ലെറ്റ് പോരാ, 500 ഔട്ട്ലെറ്റ് വേണം. ഓരോ ഔട്ട്ലെറ്റ് നമുക്ക് ഓരോന്നുണ്ടാക്കാം. അപ്പൊ ആ ഒരു സാമൂഹ്യ ബോധം, നമ്മുടെ ഇമോഷനുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പർപ്പസ് നമുക്ക് വേണം. എന്നിട്ട് ആ സോഷ്യൽ പർപ്പസിന് വേണ്ടിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ എത്ര ഔട്ട്ലെറ്റ് ആയാലും നമുക്ക് മതിയാവില്ല. കാരണം നമുക്ക് ഇവിടെ 1000 ഉള്ളത് 2000 വീട് ഉണ്ടാക്കാലോ, 2000 വിധവകളെ സംരക്ഷിക്കാലോ, 2000 ഓർഫനുകളെ സംരക്ഷിക്കാലോ. അല്ലാതെ ഒരു പർപ്പസ് ഉണ്ട് എല്ലാത്തിനും എന്നുള്ള ഒരു പല കമ്പനികളിലായിട്ട് നമുക്ക് ഏകദേശം 2000-ലധികം എംപ്ലോയീസ് ഉണ്ട്, GCC-യിലും ഇന്ത്യയിലും ആയിട്ട് എല്ലാ കമ്പനികളും കൂട്ടാണെങ്കിൽ. അപ്പൊ ഇത്രയും കുടുംബങ്ങൾക്ക് നമുക്ക് സാലറി കൊടുക്കാൻ പറ്റണില്ലേ? ഒന്ന്, അതിലൂടെ എല്ലാം വരുമാനം വരുന്നില്ല. അവിടെയല്ലേ നമ്മളിവിടെ ഈ ഒരു സോഷ്യൽ ബിൽഡ് നടത്തുന്നത്, വീടുകൾ വെക്കുന്നത്, കുട്ടികളെ സംരക്ഷിക്കുന്നത്, വിധവകളെ സംരക്ഷിക്കുന്നത്. അപ്പം അതിലൊരു എക്സൈറ്റ്മെന്റ് വരാനുണ്ട്, അതിലൊരു പാഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജിന്മേൽ കയറുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ യൂഫോറിയാണ് എന്ത്, ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റുമായിട്ട് നമ്മൾ ഫിസിക്കലി ഇറങ്ങണം കേട്ടോ. സമ്പത്ത് ചെലവഴിച്ചാൽ പോരാ, നമ്മൾ ഫിസിക്കലി ഇറങ്ങി അവരുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിച്ച് സംസാരിച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ വീടിന്റെ കല്ല് നമ്മൾ ചുമക്കണം, ആ വീടിന്റെ തറയിൽ നമ്മൾ മണ്ണിടണം. അങ്ങനെ ഉണ്ടല്ലോ, ഫിസിക്കലി ഇറങ്ങണം. ആ ഒരു സംഭവം ഇല്ലാത്ത ഏതൊരു ബിസിനസ്മാനും ഒരു സ്റ്റേജിലെത്തിയാൽ, ഈസ്റ്റേൺ പാരഡോക്സ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സന്തോഷത്തിന് വേണ്ടിയുള്ള അധാർമികമായ അന്വേഷണത്തിൽ ജീവിതത്തിൽ വീണു പോകും.